ഒരു കുടുംബമായി ജീവിച്ച ഭൂമി ഉരുളെടുത്തപ്പോൾ പകച്ചുപോയവരാണ്. പ്രിയപ്പെട്ടവർ ചൂരൽമലപ്പുഴയിലൂടെ ഒഴുകിയപ്പോൾ അലറി വിളിച്ചവർ. ഇരുളടഞ്ഞ ജീവിതങ്ങളെ സർക്കാർ ചേർത്ത് പിടിക്കുന്നത് എങ്ങനെയെന്ന് വയനാട്ടിലേക്കെത്തിയാൽ ഇന്ന് കാണാം. ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദുരിതവും ദുരന്തവും അനുഭവിക്കുന്ന പൗരസമൂഹത്തോട് കേരളം കനിവ് കാണിക്കുന്നതിൻ്റെ പേരാണ് ചൂരൽമല. സർക്കാർ സംവിധാനം മനുഷ്യസ്നേഹത്തോടെ കരുതലും ചേർത്തുനിർത്തലും നടത്തി എങ്ങനെ ഇടപെടണമെന്ന് നാളെ ലോകം വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ കണ്ട് മാതൃകയാക്കും. ഇനി വരുന്നൊരു തലമുറയ്ക്കായി കാത്തുവെക്കേണ്ടതാണ് ഈ ഭൂമിയെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ച് പരിസ്ഥിതി സൗഹാർദ്ദമായ ജീവിത സംസ്കാരത്തിനു കൂടി പ്രചാരം നൽകിയാണ് സർക്കാർ വയനാട്ടിൽ അതിജീവനമൊരുക്കുന്നത്. വീട്, റോഡ്, ബയോ STP, ഡ്രെയിനേജ്, കുടിവെള്ള സംഭരണി ഇത്രയും പ്രവൃത്തികളാണ് ഇപ്പോൾ മുന്നേറുന്നത്. തൊഴിലാളികളുടെ എണ്ണം 1000 കടന്നു കഴിഞ്ഞു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നല്ല നാളേക്കായി ജോലികൾ മുന്നേറുന്നു. കമ്മ്യൂണിറ്റി സെൻ്ററും പൊതുമാർക്കറ്റും ആരോഗ്യ കേന്ദ്രങ്ങളും അത്യാധുനിക അംഗനവാടിയും എല്ലാം ഇതിനൊപ്പമുണ്ട്. 40ഓളം വീട് ഇതിനോടകം വാർത്തു. ജനുവരിയോടെ സർക്കാർ നിശ്ചയിച്ച മുഴുവൻ ഗുണഭോക്താക്കൾക്കുമുള്ള വീടിൻ്റെ വാർപ്പ് പൂർത്തിയാക്കുമെന്ന് നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ടൗൺഷിപ്പിലെ വീടിനുള്ള തുകയിൽ 25% വിനിയോഗിക്കുന്നത് അടിത്തറ നിർമ്മാണത്തിനായാണ്. വീടിൻ്റെ തറ എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് ടൗൺഷിപ്പിൽ വന്നാൽ കാണാം 3ഉം അതിനു മുകളിലും നിലനിർമ്മിക്കാൻ കഴിയുന്ന അടിത്തറ. വീടുകളുടെ ഭിത്തിയുടെ അതേ ഉയരം തന്നെ അടിത്തറയെ താഴോട്ടുമുണ്ട്. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാനാകും വിധമാണ് നിർമ്മാണം. ഇതിനൊപ്പം ടൗൺഷിപ്പിനുള്ളിലെ 11.72 കിലോമീറ്റർ റോഡ് പ്രവൃത്തിയും വേഗത്തിൽ പുരോഗമിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യയിൽ കോൺക്രീറ്റ് ഫ്രെയിമുകൾക്കുള്ളിൽ ഫ്ലൈ ആഷ് കട്ട കെട്ടിയാണ് വീടൊരുക്കുന്നത്. ഇനിയൊരു ദുരന്തവും തങ്ങളെ തോൽപ്പിക്കാത്ത വിധം. സങ്കടക്കടൽ വകഞ്ഞു മാറ്റി അവർ ചിരിക്കും. കേരളം അത് ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടും.